വെൽക്കം ടു കാസ്ട്രോളർ മൂവി റിവ്യൂ ചാനൽ. ഇന്ന് പറയാൻ പോകുന്നത് ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് കല്യാണി മാതൃശാണ്, ദൂരദർശനുണ്ട്, ഗൗതം വസ്തുവാസൊക്കെ, പൂർണിമ ഇന്ദ്രജിത്ത്, സാബുമായി പാട്ടി ഒക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മ്യൂസിക്കിൽ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചു, പക്ഷേ ഞങ്ങൾ സിനിമ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ സ്റ്റോറി ഒന്നും എനിക്ക് അറിയണം കേട്ടോ, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ പടം കണ്ട് ചോദിച്ചാൽ സൂപ്പർ പടം അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ കന്നഡ പ്രദർശന സിനിമയിൽ മെയിൻ ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്, ലീഡ് റോളിൽ വന്നിട്ടുണ്ട്. അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ശരീരം മാത്രമേ ഉണ്ട് പടത്തിൽ. എന്തിനു അങ്ങേരി അവിടെ ആയ അവിടെ ചീപ്പുണ്ടാവും. ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഇങ്ങനെ റിയാമയുണ്ട് കണ്ടിട്ട് ചേച്ചി റിയാമയായിട്ടും ഒരു കുറച്ചുകൂടി വെള്ളമായിട്ടുണ്ട്. മുകളിലോട്ടാണ് വന്നിരിക്കുന്നത്. മാലപാർവതിയുണ്ട്, ഒരുമരേഖയും വെച്ചിട്ടുണ്ട്. ശരിയാണ്. പിന്നെ ദിവസം വളർന്നുണ്ട് ഒരു ക്യാരക്ടറുണ്ട്. അടുത്തിറങ്ങി അവൻ ഇതിലുണ്ടായിരുന്നു, വിജയ് സൂപ്രഭ ഉണ്ടായിരുന്നു. അതിൽ അടിപൊളിയായിരുന്നു. പിന്നെ വേറെ കുറേ നാളത്തിന് ഞാൻ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഉണ്ട്. പിന്നെ പിന്നെ എന്താ അവനുണ്ട്. എൻ്റെ ഓൾവേസ് സൂപ്പർ അങ്ങനെയാണ് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിലൊന്നും നല്ലതായിട്ട് താമസത്തിൻ്റെ കാര്യം ഗൗതം വാസുദേവന് എന്തോ കഥ ചെയ്യും നല്ലത് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. അത് വളരെ മാക്സിമം ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ സന്തോഷമുണ്ട്. ഗൗതം വാസുദേവന് ഒരുപാട് നാൾ ശേഷം എന്തുകൊണ്ടായിരിക്കും ഒരു പത്തത്തിലേക്ക് ശേഷം അതെല്ലാം സിനിമയിൽ ഇല്ലാനായിട്ട് എനിക്കൊരു സ്പോയിലറായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത്. എന്നാലും പടം വേറെ ലെവലായിരുന്നു. പടം ഷോ ആയിരുന്നു ഉദ്ദേശിച്ചത്. കാരണം അത് റീമേക്കാണ്. മൊത്തം കന്നഡ സിനിമ ഉണ്ട്, ഞങ്ങളെല്ലാവരും കാണേണ്ടതാണ്. ശിവരാജ് കുമാരും ശ്രീമുരുകനും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത ഒരുത്തർ റീമേക്ക് ചെയ്യായിരുന്നു പറയാനുള്ളത്. പടം സൂപ്പർബാണ്. പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് സംശയം വന്നത്, ഈ സിനിമ കണ്ടപ്പോൾ ഒരു ഫ്ലിക്സ് ഇംഗ്ലീഷ് അങ്ങനത്തെ ഒരു വേറെ ചാനലുണ്ട്, അനന്തരമാണ് പറഞ്ഞത്. ആദ്യം എന്താ പോസ്റ്റ് ഇട്ട് ഇത് യൂണിയസ് കണ്ടിട്ട് ഇത് കേട്ടിട്ട് ഈ സിനിമ ഇഷ്ടം എന്ന് പറഞ്ഞു, എന്താ ക്രിഞ്ചാണെന്ന്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ നോ ക്രിഞ്ച് ക്രിഞ്ചായിട്ട് എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ചിലർ ലക്ഷ്മിക ഇപ്പോൾ ഈ സിനിമ എത്ര ഭാഷയിലിപ്പോൾ റീമേക്ക് ചെയ്താലും മികച്ച ചാൻസുള്ള സിനിമയാണ്. പ്രത്യേകിച്ച് രശ്മിക ഇങ്ങനെ വന്ന സിനിമ കണ്ട ചിലപ്പോൾ റീമേക്ക് ചെയ്ത് ഇത് വരും തെലുങ്കിലോട്ട്, തെലുങ്കാ കന്നഡയായി അതിലേക്ക് റീമേക്ക് എടുത്ത് വരും. ഇപ്പോൾ എന്നോട് ഇപ്രാവശ്യം എന്നൊരു ഇത് പറയാണ്ട് ഒരു കന്യാണ്. ഇതിപ്പോൾ ഞാൻ നോക്കുമ്പോൾ കന്യാണ്, രശ്മിക, ശ്രീലീല, മഞ്ജു അറിയില്ല. അതിലിപ്പോൾ ക്രിഞ്ചാണ്. കാരണം വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നത് വളരെ ക്രിഞ്ചായി. കാരണം അതിൽ പാടുന്ന വർക്കായിട്ടില്ല. ഞാൻ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയും കണ്ടിട്ട് ഞാൻ ബാക്ക് പിടിച്ചിടുന്നത്. അത് ഫുള്ളായിട്ട് കണ്ടിട്ട് ഞാൻ റിവ്യൂ പറയാം. പടം കാണേണ്ട പടവും അല്ല, കണ്ട ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ആ പടം ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. എന്തായാലും അവിടെ ഒരു പടം ഇതിന് ലക്ഷ്മി
ഒരിക്കലും ഇവരൊന്നും പറയരുത്. അവരുടെ അഭിനയമാണ് കേൾക്കുന്നത്. പക്ഷെ അർജുനാണെങ്കിൽ ബ്രെയിൻ ഷോഫാണ് എൻ്റെ ഷോഫ് ഇൻസ്പാക്ട് ആണെങ്കിൽ ഞാൻ വിളിക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് മാക്സിമം അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു പടത്തിന് വേണ്ടിയിട്ട്. അർജുന പോവാണെങ്കിൽ വേക്ക് ഫ്ലോപ്പായി എന്ന് പറയുന്നത് എനിക്കൊരു ഞെട്ടലായിരുന്നു. കാരണം ആ സിനിമ കണ്ടിട്ട് വന്നപ്പോഴാണ് കണ്ടത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സൈക്കോളജി ത്രില്ലർ കണ്ടിട്ടുണ്ട്. 2022 സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ അല്ല സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ എന്നാണ് ഇനി പറയേണ്ടത്. അങ്ങനത്തെ പടം കാണുമ്പോൾ ഉറപ്പായിട്ടും ഇതെങ്ങനെയാണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അത്രയും പക്ഷേ എനിക്കിതൊരു പേര് എനിക്ക് എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രഡിക്റ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചില്ല ഇത്ര ഇതുണ്ടെന്ന്. ഇതിപ്പോൾ കണക്കായിപ്പോയല്ലോ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞങ്ങളെ കണ്ടപ്പോഴെങ്കിൽ മനസ്സിലായി ജോൺ അബ്രഹാം സ്റ്റോറി. പിന്നെ ആ സിനിമയ്ക്ക് എനിക്ക് ഇത്രയൊക്കെ നൈസായിട്ടാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ റേസ് 2 ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല റിട്ടേൺസ് ആണെങ്കിലും പിന്നെ പട്ടാള ഇത്തരമാണെങ്കിൽ അപ്പോൾ എനിക്ക് അടിപൊളിയുടെ ഫീൽ ചെയ്തിരുന്നു. എന്തായാലും പറയുന്നില്ല നിങ്ങളാണ് പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, അതിന് കുഞ്ചെന്ന് പറയിട്ടോ. അല്ലെങ്കിൽ നല്ല പക്ഷേ റോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അന്ന് റോസ്റ്റ് ചെയ്യാൻ ഒരു ഫ്ലിപ്പ് കാണും. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും ഒരു റോസ്റ്റ് കാണും. ഇന്നലെയാണ് ഞാനാണ് റോസ്റ്റ് കണ്ടത്. പക്ഷെ എനിക്കത് കണ്ട് ഡിഗ്രി വന്നത്. എന്നിട്ട് ഞാൻ കമൻറ്റ് ചെയ്ത് ഫ്ലൈഞ്ചാത്തിൻ്റെ റോസ്റ്റ് ചെയ്തോളായിരുന്നു. പക്ഷേ ഇവർ കണ്ടിട്ടൊന്നുമില്ല. റിവ്യൂലോട്ടാണ് ഞാൻ റോസ്റ്റനാണ് എടുത്തു വിട്ടത്. എന്തെങ്കിലും ആവട്ടെ, ആരെ കണ്ടില്ല. ഈ കണ്ടില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന് വിചാരിക്കാം. എന്തായാലും ഇതെല്ലാം കാണുന്നുണ്ടാവും. അടിപൊളി പടം. സാധാരണ പറഞ്ഞ അടിപൊളിയായിട്ടൊന്നും എഴുതിയില്ല. എല്ലാവരും വേണ്ട മച്ചിൻ്റെ ഒരു ഇത് നല്ല ഡാമേജുണ്ട്. എന്തായാലും പടം കണ്ടിരിക്കണം നിങ്ങളെല്ലാവരും ആണ് എനിക്ക് പറയാനുള്ളത്. ഐ പ്രസന്റ് ദിസ് മൂവി ടു ഓൾ. കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ടാറ്റ ബൈ ബൈ. ലളിത വസ്കസ് പുഷ്ക.